ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു ക്യാച്ചി ആൻഡ് സ്പൈസി ഇംഗ്ലീഷ്. ക്യാച്ചി ആൻഡ് സ്പൈസി ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ NIOS +2 കോഡ് നമ്പർ 302ൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ എ കേസ് ഓഫ് സസ്പീഷൻ എന്നുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മലയാളം സമ്മറിയാണ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് സ്റ്റോറിയാണ്. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു തിങ്ങിനെ ബേസ് ചെയ്ത് മുൻപോട്ട് പോകുന്ന കഥാഗതിയെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റോറിയാണ് കേസ് ഓഫ് സസ്പീഷൻ. വെലൈസ് എന്ന് പറയുന്ന ആളാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേസ് ഓഫ് സസ്പീഷൻ എന്ന സ്റ്റോറിയുടെ മലയാളം സമ്മറി നോക്കാം. പ്രധാനമായും ഡോക്ടർ ബെൻസൺ, ഇവാൻസ്, ഇങ്ങനെ രണ്ട് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓട്ട് സോർലി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിലും, കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട് എങ്കിലും ഇവാൻസിനെയും ബെൻസൺ എന്ന് പറയുന്ന ഡോക്ടറെയും ബേസ് ചെയ്താണ് ഈ കഥ മുൻപോട്ട് പോകുന്നത്. ഈ വലൈസ് ആണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി എങ്ങനെയാണ് ആ കഥ പോകുന്നതെന്ന് നോക്കാം. അതിൻ്റെ മലയാളം ഡിസ്ക്രിപ്ഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു മിഡ് നൈറ്റിലാണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹി ത്രൂ ബാക്ക് ദ കവേഴ്സ് ആൻഡ് സാറ്റ് അപ്പോൺ ഹിസ് ബെഡ്, ഹിസ് ഫീറ്റ് ഫീലിംഗ് along the cold floor for his house slippers, the telephone ringing insistently a little distance away. അപ്പോൾ രാത്രി ഇങ്ങനെ ഒരു മിഡ് നൈറ്റിൽ നമ്മുടെ ഡോക്ടർ ബെൻസന്റെ വീട്ടിലെ, അദ്ദേഹത്തിന്റെ കോട്ടേജിലെ ടെലിഫോൺ ബെൽ ഇങ്ങനെ നിർത്താതെ മണിയടിക്കുന്നത് കേട്ടാണ് അദ്ദേഹം ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. ഹി ടേൺഡ് ഓൺ ദ ലൈറ്റ് ആൻഡ് വാക്ക് ടു ദ ഫോൺ ആൻഡ് ടുക്ക് ഡൗൺ ദ റിസീവർ. അദ്ദേഹം ലൈറ്റ് ഇട്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫോണിനടുത്തേക്ക് ചെന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ ദിസ് ഈസ് ഡോക്ടർ ബെൻസൺ, ഹി സെറ്റ്. ഡോക്ടർ ബെൻസൺ ആണ് സംസാരിക്കുന്നത്. ആരാണ് വിളിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. The November wind was beginning sounds of winter as it blew around the little white house. The doctor got into his clothes. He went to the table and started a moment at his watch, his spirit complaining at the job ahead of him. അപ്പോൾ അദ്ദേഹം കോൾ വന്ന ഉടനെ അദ്ദേഹം റെഡി ആവുകയാണ്. അദ്ദേഹത്തിന്റെ കോട്ട് എടുത്തിടുന്നു, കാറിന്റെ കീ എടുക്കുന്നുണ്ട്, വാച്ച് എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എവിടെയോ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എവിടേക്കോ പോകാനൊരുങ്ങുകയാണ്. അപ്പോൾ എപ്പോഴും അദ്ദേഹം ആ തണുപ്പ്, വിന്റർ മഞ്ഞും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും, നവംബർ മഞ്ഞിന്റെ ആ കുളിരിലും കിടന്നുറങ്ങേണ്ട ആ സമയത്തും തന്റെ ആ ഒരു കർമ്മനിരതനായ ഒരു ഡോക്ടറുടെ മനസ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. 2 o'clock, സമയം ഇപ്പോൾ 2 മണിയോളമായിട്ടുണ്ട്. വെളുപ്പാങ്കാലം 2 മണിയാണ്. ഹിസ് മൈൻഡ് ഓൾസോ കംപ്ലൈൻഡ് അറ്റ് ദ ഹൊറിബിൾ അവർ ആൻഡ് ഹി വാണ്ടഡ് വൈ ചിൽഡ്രൻ ഹാഡ് ടു ബി ബോൺ അറ്റ് സച്ച് ഇംപ്രോപ്പർ ടൈംസ്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ്, ഇപ്പോൾ ഒരു ഡെലിവറി അറ്റൻഡ് ചെയ്യാനാണ് ഡോക്ടർ ബെൻസനെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഈ മഞ്ഞിൽ ഈ സമയത്തൊക്കെയാണോ കുട്ടികൾ ജനിക്കേണ്ടത് എന്നൊക്കെ അദ്ദേഹം വളരെ പരിഹാസ രൂപേണ മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിലും താനൊരു ഡോക്ടറാണ്. ഇപ്പോൾ പുതിയൊരു ജീവന് ഭൂമിയിലേക്ക് എത്തിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണെന്ന് വിചാരിച്ച് അദ്ദേഹം ഡ്യൂട്ടി ഫസ്റ്റ് എന്നുള്ള ആ ഒരു തത്വത്തെ മുൻനിർത്തി അദ്ദേഹം പോകാൻ ഒരുങ്ങുകയാണ്. He took up 2 small handbag, a short pill bag, as the people of the town knew it, and the long obstetrical case, the baby bag they called it. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്യുപ്മെന്റ്സും, മെഡിക്കൽ എക്യുപ്മെന്റ്സ് അടങ്ങിയ അദ്ദേഹത്തിന്റെ ബാഗ് എടുത്തു. പിന്നെ ഒരു ഷോർട്ട് പിൽ ബാഗ് എന്ന് പറയുന്ന ബാഗ്, അതാണ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ ബാഗ്. മീൻസ് അവിടെയൊക്കെ ഉള്ളവർക്കറിയാം, ഒരു പ്രസവമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് വേണ്ട ടൂൾസും മെറ്റീരിയൽസും ഒക്കെ അടങ്ങിയ ബാഗാണ് അപ്പിൾ ബാഗ്. അപ്പോൾ അദ്ദേഹം അതൊക്കെ എടുത്തിട്ട് യാത്രയാവുകയാണ്. ഡോക്ടർ ബെൻസൺ stopped a moment to light and then put the pack of cigarette in his overcoat pocket. The wind felt like a surgeon's knife at his face as he opened the door and ran, bending low around the driveway to the garage. അപ്പോൾ ഒരു സർജന്റെ, ഒരു ഡോക്ടറുടെ കത്തി പോലെ മഞ്ഞും കുളിരും ഒക്കെ അദ്ദേഹത്തിന്റെ മുഖത്ത് ആഞ്ഞു തുളച്ചു കയറി എന്ന് അദ്ദേഹം ഒരു ഉപമ അവിടെ പറയുകയാണ്. കാരണം അത്ര ശക്തിയോടെ തുളഞ്ഞു കയറുന്ന തണുപ്പായിരുന്നു ആ രാത്രിയിലുണ്ടായിരുന്നത്. ഇതൊന്നും വകവെക്കാതെ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിക്കായിട്ട് മുൻപോട്ട് പോവുകയാണ്. His car started with difficulty, coughed half a dozen times as he drove down the driveway, but they began to run more smoothly and he turned down Grass Street and onto the deserted highway. കാർ രാത്രി തണുപ്പത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടാവാൻ കുറച്ച് വിമുഖത കാട്ടിയെങ്കിലും കാറ് സ്റ്റാർട്ടായി. പതുക്കെ അദ്ദേഹം റോഡിലേക്ക് ഇറക്കി വണ്ടി ഓടിച്ചു പോയി.
അപ്പോൾ അദ്ദേഹം പോകുന്നത് എവിടേക്കാന്ന് ചോദിച്ചാൽ മിസ്സിസ് ഓട്ട് സോർലി, ഹു ഡോക്ടർ ബെൻസൺ വാസ് ഓൺ ഹിസ് വേ ടു വിസിറ്റ്, ഓൾറെഡി ഹാഡ് ഓൾമോസ്റ്റ് എ ഡസൻ ചിൽഡ്രൻ, ബട്ട് ഇറ്റ് സീംഡ് ടു ദ ഡോക്ടർ ദാറ്റ് നെവർ വൺസ് ഹാഡ് ഷീ ഹാഡ് എ ബേബി ഇൻ ഗുഡ് വെതർ nor in daylight. And while Dr. Benson was a country doctor, he was still a young man and couldn't find the pleasure that his father, the old Dr. Benson, had found in seeing Ott, the father, always 2 or 3 babies behind in payment of his ബേബി ബിൽസ്. അപ്പോൾ അദ്ദേഹം ഓട്ട് സോർലി, മിസ്റ്റർ ഓട്ട് സോർലിയുടെ വൈഫായ മിസ്സിസ് ഓട്ട് സോർലിയുടെ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നൈറ്റിൽ അവിടേക്ക് അവരുടെ ഫാം ഹൗസിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ തന്നെ ഒരു ഡസൻ കുട്ടികൾ അവർക്കുണ്ട്. എങ്കിൽ കൂടിയും ഇതൊരു പ്രസവിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുന്ന ഒരു കർത്തവ്യമാണ് മിസ്സിസ് ഓട്ട് സോർലി. അപ്പോൾ അവരുടെ അടുത്ത പ്രസവം അറ്റൻഡ് ചെയ്യാനാണ് ഡോക്ടർ ബെൻസൺ യാത്ര തിരിച്ചിരിക്കുന്നത്. അപ്പം കഥയിലെ സെക്ഷൻ 2 നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ യാത്ര റോഡിലൂടെ ഇങ്ങനെ കാർ ഓടിച്ച് പോകുന്ന ഡോക്ടർ ബെൻസൺ നമുക്ക് ഫസ്റ്റ് സെക്ഷനിൽ കാണാം, കഥയുടെ ആദ്യ പകുതിയിൽ കാണാം. ഇനി നമ്മൾ രണ്ടാം പകുതിയിലേക്ക് പോകുമ്പോൾ ഇറ്റ് വാസ് എ ലോങ് റൈഡ് ടു ദ സോർലി ഫാം ആൻഡ് ദ സൈറ്റ് ഓഫ് എ മാൻ walking alone along the country road. I'd seen just ahead by the lights of the car was a welcome relief to the doctor. He slowed down and looked at the man walking along with difficulty against the wind, a little package under his arm. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ സോർലി ഫാമിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ് ആ മിഡ് നൈറ്റിൽ, ആ ഒരു 2 o'clock ടൈമിൽ. അപ്പോഴിങ്ങനെ പോകുമ്പോൾ എതിരെ ഒരാൾ ഇങ്ങനെ വണ്ടി ഏതോ വാഹനങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളിനെ കണ്ടു. അപ്പോൾ ആ തണുപ്പത്തും ആ നൈറ്റ് സമയത്തും ഒക്കെ ഒരാളിങ്ങനെ ഒറ്റപ്പെട്ട് റോഡിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമായതുകൊണ്ട് തന്നെ അയാളുടെ ആ പാവത്വം കണ്ടിട്ട് ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തിന്റെ കാർ അവിടെ സ്ലോ നിർത്തുകയാണ് ഇയാൾക്ക് വേണ്ടി. കമ്മിങ് അലോങ് സൈഡ് ഡോക്ടർ ബെൻസൺ സ്റ്റോപ്ഡ് ആൻഡ് ഇൻവൈറ്റഡ് ദ മാൻ ടു റൈഡ്. ദ മാൻ ഗോട്ട് ഇൻ. അപ്പോൾ അയാളുടെ ആ നിസ്സഹായാവസ്ഥയിൽ ഡോക്ടർ ബെൻസൺ അയാൾക്ക് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്തു. അയാൾ അകത്തേക്ക് കയറി, ഫ്രണ്ട് സീറ്റിൽ തന്നെ ഡോക്ടറുടെ അടുത്തായിട്ട് കയറി. ഡോക്ടർ ബെൻസൺ കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ആർ യു ഗോയിങ് ഫാർ ആസ്ക് ദ ഡോക്ടർ. എവിടെയെങ്കിലും ദൂരേക്ക് പോവുകയാണോ? ഡോക്ടർ അയാളോട് ചോദിച്ചു. ഐ ആം ഗോയിങ് ഓൾ ദ വേ ടു ഡെട്രോയിറ്റ് സെഡ് ദ മാൻ, എ റാദർ തിൻ മാൻ വിത്ത് സ്മാൾ ബ്ലാക്ക് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ് ഫ്രം ദ വിൻഡ്. കുഡ് യു ഗിവ് മീ എ സിഗരറ്റ്? എവിടെയെങ്കിലും ദൂരേക്ക് പോകണമെന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ ഞാൻ ഡെട്രോയിറ്റിൽ നിന്നൊക്കെ പോകുന്ന വഴിയാണ്. ഒരു ചെറിയ മുഖത്ത് വളരെ ചെറിയ കണ്ണുകളും ഒക്കെയുള്ള സ്മോൾ ബ്ലാക്ക് ഐസൊക്കെ ഉള്ള ഒരു നിഷ്കളങ്കനായ മനുഷ്യനെ ആ കാറിന്റെ ലൈറ്റ് വെട്ടത്തിൽ അയാൾ ഡോക്ടർ കണ്ടു. അപ്പോൾ ഡോക്ടറോട് നമ്മുടെ വന്ന് കയറിയ അപരിചിത സ്ട്രേഞ്ചർ ചോദിക്കുകയാണ്, കുഡ് യു ഗിവ് മീ എ സിഗരറ്റ്? എനിക്കൊരു സിഗരറ്റ് തരാമോ എന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ ബെൻസൺ അൺബട്ടൺഡ് ഹിസ് കോട്ട്, then remembered the cigarette in the outer pocket of his overcoat. He took out the packet and gave it to the rider, who then looked in his own pockets for a match. When the cigarette was lighted, the man held the packet a moment, then asked, do you mind, mister, if I take another cigarette for later? The rider shook the packet and removed another cigarette without waiting for the doctor to answer. Dr. Benson felt a hand touch with the pocket. അപ്പോൾ ഒരു സിഗരറ്റ് തരുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തിന്റെ അകത്തെ ഓവർകോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് പാക്കറ്റ് എടുത്ത് അയാൾക്ക് നീട്ടിയിട്ട് ഒന്ന് എടുത്തോളാൻ പറയുകയാണ്. അപ്പോൾ ഇയാൾ ഒരെണ്ണം എടുത്തിട്ട് ചോദിക്കുന്നു, ഞാൻ ഒന്നുകൂടി പിന്നത്തേക്ക് വലിക്കാനായിട്ട് ഒരെണ്ണം കൂടി എടുത്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബെൻസൺ വേണമെന്നോ വേണ്ടെന്നോ ഡോക്ടർ പറയുന്നതിന് മുന്നേ ഇയാൾ ആ സിഗരറ്റ് എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഡോക്ടർ ബെൻസൺ തിരിച്ച് പോക്കറ്റിൽ തന്നെ ആ സിഗരറ്റ് പാക്കറ്റ് ആര് വെച്ച് കൊടുക്കുകയാണ്? നമ്മുടെ സ്ട്രേഞ്ചർ അയാൾ വെച്ച് കൊടുക്കുകയാണ്. എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ ഡോക്ടർ ബെൻസൺ സെഡ്, സോ യു ആർ ഗോയിങ് ടു ഡെട്രോയിറ്റ്? അപ്പോൾ നിങ്ങൾ ഡെട്രോയിറ്റിലേക്ക് പോകണല്ലേ? ഐ ആം ഗോയിങ് ഔട്ട് ടു ലുക്ക് ഫോർ വർക്ക് ഇൻ വൺ ഓഫ് ഓട്ടോമൊബൈൽ പ്ലാന്റ്സ്. എനിക്ക് ഓട്ടോമൊബൈൽ സംബന്ധമായ എന്തെങ്കിലും ജോലി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡെട്രോയിറ്റിലേക്ക് പോകുന്നത്. ആർ യു എ മെക്കാനിക് ആസ്ക്ഡ് ദ ഡോക്ടർ. ഡോക്ടർ അപ്പോൾ ചോദിച്ചു, നിങ്ങളൊരു മെക്കാനിക്കാണോ? More or less. I have been driving a truck since the war ended, but I lost my job about a month ago. അങ്ങനെയും പറയാം, അല്ലെന്നും പറയാം. ഒരു മെക്കാനിക്കാണ്, കാരണം ഞാൻ ചെയ്യാത്ത ജോലികളൊന്നുമില്ല. വാറിന്റെ സമയത്ത്, വേൾഡ് വാർ നടക്കുന്ന സമയത്ത് ഞാനൊരു ട്രക്ക് ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ആ ജോലിയും എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നഷ്ടമായി. Were you in the army during the war? നിങ്ങൾ ഏത് ആർമിയിലായിരുന്നു? വാർ നടക്കുമ്പോൾ ഏത് ആർമിയുടെ ഭാഗത്തായിരുന്നു എന്ന് ചോദിക്കുന്നു. ഐ വാസ് ഇൻ ദ ആംബുലൻസ് സെക്ഷൻ. റൈറ്റ് ദ ഫ്രണ്ട് ഡ്രോവ് ആൻ ആംബുലൻസ് ഫോർ 4 years. ഞാൻ ഇവിടുത്തെ ആർമിയിലെ മെഡിക്കൽ സെക്ഷനിൽ ആംബുലൻസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ യുദ്ധം നടക്കുന്ന അത്രയും സമയം ഞാൻ ആംബുലൻസ് സേവനങ്ങളുമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഇയാൾ മറുപടി പറയാണ്. അപ്പോൾ ഡോക്ടർ അയാൾക്ക് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്.
ഐ ആം ഡോക്ടർ മൈസെൽഫ്. ഡോക്ടർ ബെൻസൺ ഈസ് മൈ നെയിം. ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ പേര് ഡോക്ടർ ബെൻസൺ എന്നാണെന്ന് ബെൻസൺ സ്വയം നമ്മുടെ സ്ട്രേഞ്ചറിനെ പരിചയപ്പെടുത്തുകയാണ്. I thought this car smelled like pills. The man laughed. Then he added more seriously, my name is Evans. Okay, ഞാൻ വിചാരിച്ചു താങ്കൾ ഒരു ഡോക്ടർ ആയിരിക്കുന്നു. കാരണം ഈ കാറിൽ കയറിയപ്പോഴേ എനിക്ക് മെഡിസിന്റെ സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്റെ പേര് ഇവാൻസ് എന്നാണ്. മൈ നെയിം ഈസ് ഇവാൻസ്. അദ്ദേഹത്തിന്റെ പേര് പറയാണ്. എന്റെ പേര് ഇവാൻസ് എന്നാണ്. They rode along silently for a few minutes and the rider moved himself in his seat and placed his package on the floor. As the man leaned over, Dr. Benson caught his first good look of the small cat-like face. അപ്പോൾ അയാളൊന്ന് സീറ്റിൽ നിവർന്നിരുന്നു. നമ്മുടെ ഇവാൻസ് ഒന്ന് സീറ്റിൽ റിലാക്സ് ചെയ്തിരുന്നു. അയാളുടെ കയ്യിലുള്ള ചെറിയ പാക്കേജ്, ആ ബാഗ് താഴെ കാറിന്റെ നിലത്തേക്ക് വെച്ചു. അയാളിങ്ങനെ വെച്ചിട്ട് കുനിഞ്ഞിട്ട് നോന്നപ്പോഴാണ് ബെൻസൺ ശരിക്കും അയാളുടെ മുഖം ശ്രദ്ധിച്ചത്. കാറ്റ് ലൈക്ക് ഫേസ്, ഒരു പൂച്ചയുടെ പോലെയുള്ള സമാനമായ മുഖമാണ് അയാൾക്കുണ്ടായിരുന്നത്. അത്രയ്ക്ക് ചെറിയൊരു മുഖമായിരുന്നു. The doctor also noticed the long deep scar on the man's cheek, bright and red looking as though it were of recent origin. He thought of Mr. Ott Sorely and reached for his watch. His fingers went deep into his pocket before he realized that the watch was not there. ഇപ്പൊ ഡോക്ടർ വിചാരിച്ചു. അപ്പൊ അയാളുടെ മുഖം ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഡോക്ടർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചു. ഒരു നീളമുള്ള ചുമന്ന പാട്, എന്തോ കത്തി കൊണ്ടതുപോലെ ഒരു പാട്, അതായത് അടുത്തതായിട്ടുണ്ടായതാണ്. വലിയൊരു പാടായിട്ടില്ല, അത് അടുത്തിടെ ഉണ്ടായ ഒരു അടയാളമാണത്. അപ്പൊ അതും അയാളുടെ മുഖത്ത്, ഇവാൻസിന്റെ മുഖത്ത് ഡോക്ടർ ശ്രദ്ധിച്ചു. അപ്പൊ ഇങ്ങനെ കാർ ഓടിക്കുന്ന ഇടയിലാണ് ഓട്ട് സോളിയെ പറ്റി ആര് ചിന്തിച്ചത്. മിസ്സസ് ഓട്ട് സോളിയുടെ പ്രസവത്തിന് വേണ്ടിയാണ് ഡോക്ടർ പോകുന്നത്. അപ്പൊ സോളി ഫാമിലേക്കുള്ള യാത്രയിലാണ് ഡോക്ടർ. അപ്പോൾ എന്തായി കാണും, അവരുടെ അവസ്ഥ എന്തായി കാണും, എത്ര മണിയായി കാണും എന്നൊക്കെ ഡോക്ടർ ചിന്തിച്ചിട്ട് തന്റെ വാച്ച് എടുക്കാൻ വേണ്ടി ഡോക്ടർ കോട്ടിന്റെ പോക്കറ്റിലേക്ക് കൈ നീട്ടുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഒരു സത്യം മനസ്സിലാക്കിയത്. തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ വാച്ചില്ല. Dr. Benson moved his hand very slowly and very carefully below the seat until he felt the leather holster in which he always carried with him his automatic pistol. അപ്പോൾ വാച്ച് ഇല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ ഡോക്ടർ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് പതുക്കെ അദ്ദേഹത്തിന്റെ സീറ്റിന്റെ ഇടയിലായിട്ട് അദ്ദേഹം ഒരു ലെതർ ക്യാരിയറിൽ ഒരു പിസ്റ്റൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ സ്വന്തം സ്വരക്ഷയ്ക്കായിട്ട് കരുതിയിട്ടുള്ളതാണ് ആ പിസ്റ്റൾ. അപ്പൊ പതിയെ അദ്ദേഹം ആ പിസ്റ്റൾ കൈകൊണ്ടെടുത്തു. ഹി ഡ്രൂ ഔട്ട് ദ പിസ്റ്റൾ സ്ലോലി ആൻഡ് ഹെൽഡ് ഇൻ ദ ഡാർക്ക്നെസ് അറ്റ് ഹിസ് സൈഡ്. ഡോക്ടർ ബെൻസൺ സ്റ്റോപ്പ് ദ കാർ ക്വിക്ലി ആൻഡ് പുഷ് ദ നോസ് ഓഫ് ഹിസ് ഗൺ ഇൻ ടു ഇവാൻസ് സൈഡ്. അപ്പോൾ ഡോക്ടർ പോക്കറ്റിൽ വാച്ച് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ സമയം കാറിന്റെ സീറ്റിനടിയിൽ ലെതർ ക്യാരിയറിൽ നിന്നും അദ്ദേഹത്തിന്റെ പിസ്റ്റൾ എടുത്തിട്ട് നമ്മുടെ ഇവാൻസിന് നേരെ ചൂണ്ടാണ്. എന്നിട്ട് കാർ പതിയെ നിർത്തിയിട്ട് ഇവാൻസിന് നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞു. ദ റൈഡർ ജംപ്ഡ് വിത്ത് ഫിയർ ആൻഡ് പുട്ട് ഇൻ ഹിസ് ഹാൻഡ്സ് ക്വിക്ലി. മൈ ഗോഡ് മിസ്റ്റർ, ഹി വിസ്പേർഡ്, ഐ തോട്ട് യു. അയ്യോ എന്താ ചെയ്യുന്നത്, എന്താ എന്നെ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവാൻസ് പേടിച്ചു പോയി. പെട്ടെന്ന് ഡോക്ടർ ഇങ്ങനെ തോക്ക് ചൂണ്ടുമെന്ന് ഇവാൻസ് വിചാരിച്ചില്ല. ഡോക്ടർ ബെൻസൺ pushed the pistol still deeper into the man's side and repeated coldly, put that watch in my pocket before I let the gun go off. മര്യാദയ്ക്ക് എന്റെ പോക്കറ്റിൽ നിന്നെടുത്ത വാച്ച് തിരിച്ചെന്റെ പോക്കറ്റിൽ തന്നെ ഇട്ടോ, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പിസ്റ്റല് പൊട്ടിക്കും, അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ വെടിവെക്കുമെന്ന് ഡോക്ടർ ദേഷ്യത്തോടെ നമ്മുടെ ഇവാൻസിനോട് പറയാണ്. ഇവാൻ put his hand in his own vest pocket and later with trembling hands tried to put the watch into the doctor's pocket. With his free hand, Dr. Benson pushed the watch down to his pocket. He opened the door and forced the man out of the car. അപ്പോൾ ഇവാൻസ് ഇങ്ങനെ പേടിച്ച്, ഇപ്പോൾ ഡോക്ടർ വെടിവെക്കും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ഇവാൻസ് അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വാച്ച് ഇങ്ങനെ പതുക്കെ കൈകൊണ്ട് എടുത്തിട്ട് അത് ഡോക്ടറുടെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തു. ഡോക്ടറുടെ പോക്കറ്റിലായി എന്ന് തോന്നിയ നിമിഷം ഡോക്ടർ പതുക്കെ ഇവാൻസിനെ കാറിന് വെളിയിലേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാറിന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. I am out here tonight probably to save a woman's life, but I took time out to try to help you, he said to the man angrily. ഈ രാത്രി ഞാനൊരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോകുന്നതാണ്, അല്ലെങ്കിൽ നിനക്ക് കാണിച്ചു തരാമായിരുന്നു, നിന്നെ കാറിൽ കയറ്റാൻ തോന്നിയ സമയം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ദേഷ്യത്തോടെ ഇവാൻസിനോട് പറഞ്ഞിട്ട് കാർ മുന്നോട്ടെടുത്തു ഡോക്ടർ ബെൻസൺ. Dr. Benson started the car quickly and the wind closed the door with a loud noise. He put the pistol back to his leather holster under the seat and hurried on. തിരിച്ച് സീറ്റിനടിയിലുള്ള ലെതർ ഹോൾസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പിസ്റ്റൾ തിരികെ വെച്ചിട്ട് കാർ വളരെ സ്പീഡിൽ അദ്ദേഹം മുന്നോട്ടെടുത്തു.
The drive up the mountain to the Sorely farm was less difficult than he had feared, and Ott Sorely had sent one of his older boys down to the road with a lantern to help him across the old wooden bridge that led up to the little farm house. അപ്പോൾ ഓട്ട് സോളിയുടെ ഫാം ഹൗസ് ഇത്തിരി മുകളിലേക്കാണ്. അപ്പോൾ ഡോക്ടർ കാർ താഴെ നിർത്തുമ്പോൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ലാൻഡൈൻ റാന്തലൊക്കെ ആയിട്ട് അദ്ദേഹം തന്റെ മൂത്ത കുട്ടികളെ മിസ്റ്റർ സോർലി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ അദ്ദേഹത്തെ ആ ചെറിയ ഫാം ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മിസസ് Sorley's many previous experiences with bringing children into the world apparently helped her greatly because she delivered this child with little difficulty. And there was no need on Dr. Benson's part for the instrument in this long bag. അപ്പോൾ ഡോക്ടർ ബെൻസൺ ഓൾറെഡി വന്നപ്പോഴത്തേക്കും ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നേ ഒരുപാട് പ്രസവിച്ച് എക്സ്പീരിയൻസ് ഉള്ള ലേഡിയാണ് മിസ്സസ് സോർലി. അതുകൊണ്ട് തന്നെ ഡോക്ടർ ബെൻസന്റെ സഹായം സത്യത്തിൽ അവിടെ ഒരു മെഡിക്കൽ അസിസ്റ്റൻസ് ആവശ്യം ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടിയും ഡോക്ടർ എത്തി ബാക്കിയുള്ള കാര്യങ്ങൾ ഡെലിവറിക്ക് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഓട്ട് സോളിയുടെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ഇറ്റ് വാസ് ഓൾ ഓവർ, അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഹൗവർ ഡോക്ടർ ബെൻസൺ ടുക്ക് എ സിഗരറ്റ് ആൻഡ് സാറ്റ് ഡൗൺ ടു ദ സ്മോക്ക്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി കഴിഞ്ഞ സന്തോഷത്തിൽ ഫാം ഹൗസിന്റെ മുന്നിൽ നിന്നിട്ട് അദ്ദേഹം ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിക്കാൻ തുടങ്ങി. A fellow I picked up my car on my way up here tonight tried to rob me, he said to Ott, feeling a little proud. He took my watch, but when I pushed my .45 pistol into his side, he decided to give it to me back. ഞാനേ ഓട്ട് സോളിയുടെ ആള് വരുന്ന വഴിക്കുള്ള കാര്യങ്ങൾ വിശദീകരിക്കണേ ഡോക്ടർ. ഞാനേ ഇങ്ങോട്ടുള്ള വരുന്ന വഴിക്ക് രാത്രിയെ ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്തായിരുന്നു, ഒരു കള്ളന്. അവൻ എന്റെ വാച്ച് മോഷ്ടിച്ചു. പക്ഷെ ഞാൻ എന്റെ പിസ്റ്റളിട്ട് അവനെ വിരട്ടിയപ്പോൾ അവൻ എന്റെ വാച്ച് തിരികെ തന്നു. ഞാൻ അവനെ കാറിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് വളരെ അഭിമാനത്തോടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കള്ളനെ പിടിച്ച ഒരു സന്തോഷത്തോടെ ഓട്ട് സോളിയോട് കാറിനുള്ളിൽ നടന്ന സംഭവങ്ങളൊക്കെ, രാത്രിയിൽ നടന്ന സംഭവങ്ങളൊക്കെ ബെൻസൺ വിശദീകരിക്കുകയാണ്. ഓട്ട് സ്മൈൽഡ് with wide at such an exciting story coming from young Dr. Benson. അപ്പോൾ ഡോക്ടർ ബെൻസണിൽ നിന്ന് അങ്ങനെ ഒരു എക്സൈറ്റിംഗ് സ്റ്റോറി കേട്ട സന്തോഷത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ഓട്ട് സോർലി കാര്യങ്ങൾ കേട്ടിരുന്നു. വെൽ, ഐ ആം ഗ്ലാഡ് ടു ഗിവ് ഇറ്റ് ബാക്ക് ടു യു, ഓട്ട് സെഡ്, ബിക്കോസ് ഇഫ് ഹി ഡിഡന്റ് ഇറ്റ് we shouldn't have any idea what time the child was born. What time would you say it happened, doctor? അപ്പോൾ ഓട്ട് സോർലി പറയാണ്, ഒരുപക്ഷെ ആ കളിയിൽ നിന്ന് നിങ്ങളുടെ വാച്ച് തിരിച്ചു കിട്ടിയത് വളരെ നന്നായിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ ആ വാച്ച് തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ജനിച്ച സമയം എനിക്ക് അറിയാൻ പറ്റില്ലായിരുന്നതോ. ഇപ്പോൾ താങ്കളുടെ കയ്യിൽ വാച്ച് ഉള്ളത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റുമല്ലോ എപ്പോഴാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചതെന്ന്. ഒന്ന് പറയാമോ ഡോക്ടർ, എപ്പോഴാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചതെന്നൊന്ന് പറയാമോ എന്ന് ഓട്ട് സോർലി ആരോട് ചോദിക്കാണ്? ഡോക്ടർ ബെൻസനോട് ചോദിക്കാണ്. ഡോക്ടർ ബെൻസൺ ടുക്ക് ദ വാച്ച് ഫ്രം ഹിസ് പോക്കറ്റ്. ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ വാച്ച് എടുത്തു. The baby was delivered about 30 minutes ago and right now he walked over to the lamp on the table. ഞാൻ വരുന്നതിന്, അതായത് ഇപ്പോൾ ഇതിന് മുമ്പ് അരമണിക്കൂർ മുന്നാണ് ഡെലിവറി നടന്നത്, ബേബി ജനിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ സമയം നോക്കിയിട്ട് അതിന് അരമണിക്കൂർ മുമ്പുള്ള സമയം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് വാച്ചുമായിട്ട് ഡോക്ടർ ബെൻസൺ നേരെ ലാമ്പിന്റെ അരികിലേക്ക് പോവുകയാണ്. ഹി സ്റ്റാർട്ടഡ് സ്ട്രേഞ്ച്ലി അറ്റ് ദ വാച്ച് ഇൻ ഹിസ് ഹാൻഡ്. അപ്പോൾ ലൈറ്റിന്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം വളരെ അപരിചിതത്തോടെ ആ വാച്ചിലേക്ക് നോക്കി. കാരണം ആ വാച്ച് നമ്മുടെ ഡോക്ടർ ബെൻസന്റെ ആയിരുന്നില്ല. കാരണം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. പക്ഷെ ഡോക്ടർ ബെൻസന് ആ വാച്ച് അപരിചിതമായിട്ട് തോന്നി. ദ ക്രിസ്റ്റൽ വാസ് ക്രാക്ക്ഡ്. ആ വാച്ചിന്റെ ക്രിസ്റ്റൽ, ആ ഫ്രണ്ടിലെ ഗ്ലാസ് ഒക്കെ പൊട്ടി, ക്രാക്ക് ചെറുതായിട്ട് പൊട്ടൽ വീണിട്ടുണ്ടായിരുന്നു. ദ ടോപ്പ് വാസ് ബ്രോക്കൺ, ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഹി ടേൺ ദ വാച്ച് കവർ ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസർ ടു ദ ലാമ്പ്. പുറകെയുള്ള വാച്ചിന്റെ കവർ അദ്ദേഹം അടുത്തേക്ക് പിടിച്ച് ശ്രദ്ധിച്ചു. ഹി സ്റ്റഡീഡ് ദ വോം ഇൻസ്ക്രിപ്ഷൻ ഡെയർ. അവിടെ എഴുതിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ, അയാൾ ആ വാച്ചിന്റെ അടിയിൽ എഴുതിയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ഡോക്ടർ മെല്ലെ മനസ്സിൽ വായിച്ചു. എന്തായിരുന്നു? ടു പ്രൈവറ്റ് ടി ഇവാൻസ്, ആംബുലൻസ് സെക്ഷൻ, ഹൂസ് പേഴ്സണൽ ബ്രേവറി preserved our lives on the night of November 3rd, 1943 near the Italian friend nurses Nesbitt, Jones and Wingate. എന്താണ്? അന്ന് വാറിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ ധീരമായ പ്രവർത്തികൾക്ക് അവിടെയുള്ള നഴ്സസും ബാക്കിയുള്ള മെഡിക്കൽ സംഘങ്ങളും എല്ലാം കൂടി അയാൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്ത ഒരു സമ്മാനം, ഇവാൻസിന് ഗിഫ്റ്റായിട്ട് കൊടുത്ത വാച്ചായിരുന്നു അത്. കാരണം ആ വാച്ചിന്റെ അടിഭാഗത്ത് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ്? നവംബർ 3, 1943 ഇറ്റാലിയൻ ഫ്രണ്ടിൽ വെച്ചാണ് ഇയാൾക്ക് ഈ വാച്ച് സമ്മാനമായിട്ട് ഇവാൻസിന് കിട്ടുന്നത്. അപ്പോൾ ഒരാളെയും സത്യം അറിയാതെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കരുതെന്നാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം ആ ഒരു നിമിഷം ഈ ഡോക്ടർ പിസ്റ്റൾ ചൂണ്ടി വിരട്ടിയപ്പോൾ
തൻ്റെ വാച്ചാണ് ഇവാൻസ് പേടിയോടെ, കാരണം പിസ്റ്റളെങ്ങാനും പൊട്ടിയാൽ താൻ മരിച്ചു പോകുന്നുള്ള പേടിയിൽ മിസ്റ്റർ ഇവാൻസ് ഡോക്ടർക്ക് എടുത്ത് കൊടുക്കുന്നത്. സത്യത്തിൽ ഡോക്ടർ വീട്ടിൽ നിന്നും വാച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സമയം നോക്കിയിട്ട് അത് തിരിച്ചു വെക്കുകയാണ് ചെയ്തത്. കോട്ടിന്റെ പോക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത്, ഒരു കേസ് ഓഫ് സസ്പീഷൻ, സംശയത്തിന്റെ നിഴലിൽ ഒരാളെ നമ്മൾ കുറ്റക്കാരനായി അല്ലെങ്കിൽ കുറ്റവാളിയായി കാണുന്നതിനെ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ അത് മനുഷ്യനെ എത്രത്തോളം മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുമെന്നുള്ളൊക്കെ ഒരു മോറലാണ് നമുക്ക് ഈ സ്റ്റോറിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഈ കഥയിലുടനീളം ഒരു മിസ്റ്റീരിയസ് തിങ് ആയിട്ട് നിൽക്കുന്നത് ഒരു വാച്ചാണ്. അപ്പോൾ ഇത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, എങ്കിലും നിങ്ങൾക്ക് വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാകുന്ന, കഥ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് എ കേസ് ഓഫ് സസ്പീഷൻ. NIOS +2 സ്റ്റുഡൻസിന്റെ 8ാമത്തെ ലെസണാണ്. അത് അവരുടെ ഇംഗ്ലീഷിലെ സീനിയർ സെക്കൻഡറി കുട്ടികളുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ 8ാമത്തെ ലെസണാണ് എ കേസ് ഓഫ് സസ്പീഷൻ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വായിക്കുക. വായിക്കുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഒക്കെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത് കാണാം. നന്ദി.